ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് വീണ്ടും ഒരു വാട്ടർ കളർ ഡ്രോയിങ് ആയിട്ടാണ് കേട്ടോ. ഞാനും ബുക്കിലാണ് കൊടുത്തിട്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ. ഇനി നമുക്കൊരു സെഞ്ചിയിൽ പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതിയിട്ടോ. ഇതേപോലത്തെ ഒരു വലിയ സെഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇത് മൊത്തത്തിൽ കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നടുക്ക് കൊടുത്തിരിക്കുന്നത് ഒരു യെല്ലോ കളറാണ് കേട്ടോ. അത് നമുക്കിത് ഇതേപോലെ നടുക്കൊന്ന് കൊടുക്കണം, നല്ല ഭംഗിക്ക് തന്നെ കൊടുക്കണം കേട്ടോ. നല്ലൊരു ഭംഗിക്ക് പുറത്തൊന്നും പോവാതെ കൊടുത്തെടുക്കുക. അപ്പോൾ ഞാൻ കൊടുത്തിക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് റെഡ് കളറാണ്. അപ്പോൾ ഇത് ഞാൻ റെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ റെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇതളിലെല്ലാം നമുക്ക് റെഡ് ഒന്ന് കൊടുത്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതാ മൊത്തത്തിലൊന്നിങ്ങനെ റെഡൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. കൊളായോ ഇല്ലേന്ന് നിങ്ങൾ പറയില്ലേ. അപ്പോൾ ഞാൻ മൊത്തം ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അതേപോലെ അങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ നമുക്ക്. ഇനി നമുക്ക് അപ്പുറത്തെ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിനി ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഫ്ലവർ വരയ്ക്കണം എന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് വരയ്ക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു പെന്നാണ് കേട്ടോ. എന്നാൽ നമുക്ക് ഔട്ട്ലൈനൊക്കെ നോക്കാം. അതേപോലെ നമുക്കൊരു ഇതിട്ട് കൊടുത്താലൊരു ഇതല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഫ്ലവർ വരച്ചെടുക്കാം. അപ്പോൾ ഇത് ഈ ഫ്ലവറൊക്കെ വരച്ചെടുത്തിട്ടാണ്. ഇനി നമുക്ക് ഇതിൽ നമുക്കൊന്ന് ഈ നടുക്ക് ഭാഗത്തായിട്ട് നമുക്ക് യെല്ലോ കളർ തന്നെ അടിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ യെല്ലോ കളർ തന്നെയാണ് അടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളർ അടിച്ച് കൊടുക്കാം. പക്ഷേ എനിക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ എല്ലാമാണ് അടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അയ്യോ, എൻ്റെ പെയിൻ്റ് അവിടെ ഒറ്റി. സാരമില്ല, നമുക്കിവിടെ കൊടുക്കാം. യെല്ലോവും റെഡും മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു ഓറഞ്ച് പോലെ തോന്നിക്കണ മാതിരി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പെയിൻറ്റ് ബ്രഷുമ്മ റെഡ് ഉണ്ടായിരുന്നു, ഇപ്പോൾ രണ്ടും കലർന്നിട്ടുണ്ട് ഗൈസ്. ഇതേപോലെ ഒന്നിങ്ങനെ ഇതേപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി നമുക്ക് മറ്റേ കണ്ട പോലെ റെഡ് തന്നെ കൊടുക്കാം കേട്ടോ. ഇതേപോലെ നമുക്ക് റെഡ്. അപ്പോൾ ഇതേ പറഞ്ഞ പോലെ ഇതേപോലെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നിങ്ങൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ നേരാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിപ്പോൾ ഞാൻ 2 ഫ്ലവറാണ് വരച്ചെടുത്തിട്ടുള്ളത്. അതേപോലെ നമുക്ക് അപ്പുറത്ത് കൊടുക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാലും നമുക്ക് അവിടെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ ഈ ഫ്ലവർ വരച്ചിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേഗം കൊടുത്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരന്നിട്ടൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാൻ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നത് ഇതേപോലെ കേട്ടോ. ഇതേപോലെ നമുക്ക് ഇവിടുന്ന് ഒരു മാർക്കിങ് കൊടുക്കാം. ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് വളഞ്ഞിട്ടൊക്കെ. ഇനി നമുക്ക് അതിന് മുകളിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഗ്രീൻ കളറാണ് കേട്ടോ. ഒക്കെ കൊണ്ട് ഞാൻ കാണിച്ചത് ഇതേപോലെ ഒന്ന് കൊടുക്കാം കേട്ടോ. ഇതേപോലത്തെ വർക്കാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതേപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ വരച്ചത് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ അതുവരെ ബൈ ബൈ.